നമസ്കാരം. ഞാൻ കെ ജി ബിജു, ജോയിൻ്റ് ആർ ടി വൈക്കം. നമുക്കിപ്പോൾ CMVR 125H പ്രകാരം 1/1/26 മുതൽ എല്ലാ പബ്ലിക് സർവീസ് വെഹിക്കിൾസിനും, 2 വീലർ, ഇ-റിക്ഷ, 3 വീലർ ഒഴികെയുള്ള എല്ലാ പബ്ലിക് സർവീസ് വെഹിക്കിളിനും VLTD ഫിറ്റ്മെൻറ്റ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ആ മാൻഡേറ്ററി ആക്കിയ ചെക്ക് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ഇപ്പോൾ ധാരാളമായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്, നമ്പർ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം നമ്മൾ ഇന്ത്യൻ സ്പെഷ്യൽ കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്പർ ഇടാനായിട്ട് ഇന്ത്യൻ സ്പെഷ്യൽ സെലക്ട് ചെയ്യുമ്പോൾ പോപ്പപ്പ് മെസ്സേജ് വന്ന് അവിടെ വെച്ച് സ്റ്റോപ്പായി പോവുകയാണ്. അവിടെ ചേസ് നമ്പർ വിസിബിളും അല്ല. ചേസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് സുരക്ഷാ മിത്ര ID കയറി ടാഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ AMEമാർ നമ്പർ ഇടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വാഹന IDയിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ആക്ഷൻ വഴി ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് വ്യൂ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് വ്യൂ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ടെമ്പററി ഇൻസ്റ്റലേഷൻ സ്ലിപ്പ്, ആ വാഹനത്തിൻ്റെ VLTD ടെമ്പററി ഇൻസ്റ്റലേഷൻ സ്ലിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് IME നമ്പറും ചേസ് നമ്പറും ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സുരക്ഷാ മിത്ര ടാഗ് ചെയ്യാൻ സാധിക്കും. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. AMEമാർ ഇങ്ങനെ ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാഗം കഴിഞ്ഞു. പിന്നെ ആ VLTD മേക്കറുടെ ജോലിയാണ്, അവരത് വാഹനത്തിൽ അപ്ലോഡ് ചെയ്യണം. വാഹനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെക്ക് തീരില്ല. ഇത് പിന്നെ ജോയിൻ്റ് ആർടിഒമാർ അവർ ID കയറിയിട്ട് ഇത് ടാഗ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുവാണ്. കാരണം ഇഷ്ടംപോലെ സംശയങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് VLTD മേക്കർ എന്നുള്ള ആക്ഷൻ എവിടെയാണ്, എങ്ങനെയാണ് ചെയ്യണമെന്ന് സംശയം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പരിവാഹൻ എന്നുള്ള വാഹന IDയിൽ ജോയിൻ്റ് ആർടിഒമാർ AMEമാർ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ, സുരക്ഷാ മിത്ര ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് VLTD ഡീലർ, നമ്മുടെ GPS ഫിറ്റ് ചെയ്യുന്ന ഡീലർ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും സുരക്ഷാ മിത്ര സൈറ്റിൽ കയറി പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അത് വാഹനത്തിൽ അപ്ലോഡ് ചെയ്യുക. അവർക്ക് വാഹനത്തിൽ ID കൊടുത്തിട്ടുണ്ട്, അത് അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാൻ മാത്രമാണ് നമുക്ക് ജോയിൻ്റ് ആർടിമാർക്ക് ഇത് വാഹനത്തിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പണി കഴിഞ്ഞ വണ്ടികൾ, അതായത് AME ടാഗ് ചെയ്ത് സുരക്ഷാ മിത്രയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് വാഹനത്തിലേക്ക് അപ്ലോഡ് ചെയ്ത കേസുകളിൽ ജോയിൻ്റ് ആർടിമാർ അവർ IDയിൽ പരിവാഹൻ എന്നുള്ള സൈറ്റിനകത്ത് ഓൺലൈൻ സർവീസിന് താഴെ ഒരു VLTD മേക്കർ ഉണ്ട്. എല്ലാ ജോയിൻ്റ് ആർടിഒമാർക്കും RTOമാർക്കും അതിന് യൂസർ ID കൊടുത്തിട്ടുണ്ട്, പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് അതിന് പാസ്വേഡ് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ VLTD നോഡൽ ഓഫീസർ ശ്രീകുമാറിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അത് റീസെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ കയറിയിട്ടാണ് നമ്മൾ വാഹനത്തിലേക്ക് ID മൂവ് ചെയ്യുന്നത്. ഈ ID ജോയിൻ്റ് ആർടിമാർ ID ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വ്യൂ VLTD ഫിറ്റ്മെൻറ്റ് ലെറ്റർ എന്നുള്ള ആക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചോദിക്കുന്നത് VLTD ഫിറ്റ്മെൻറ്റ് സെൻറ്റർ ഏതാണെന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് VLTD ഡിവൈസാണ് അതിന് ഫിറ്റിരിക്കുന്നത്, മാനുഫാക്ചർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അത് സെലക്ട് ചെയ്യുന്നു. ലെറ്റർ ടൈപ്പ് എന്ന് പറയുന്നത് പെൻഡിങ് എടുക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ന്യൂ വെഹിക്കിളാണ്. ചേസ് നമ്പർ എന്നുള്ള ആ ചേസ് നമ്പർ കൃത്യമായിട്ട് അതിനകത്ത് കൊടുക്കണം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം ഇത്രയും സമയം നമുക്ക് ചിലവഴിക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം ബീയിങ് തൽക്കാലം നമുക്ക് ഇങ്ങനെ ചെയ്താലാണിത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. താമസിയാതെ ഇവരിത് സോൾവ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെർച്ച് ബട്ടൺ കൊടുക്കുക. നോ ഫിറ്റ്മെൻറ്റ് ലെറ്റർ ഹാസ് ബീൻ അപ്ലോഡഡ് ഫോർ ദിസ് ചേസിസ് നമ്പർ. അതിൻ്റെ അർത്ഥം ഇത് അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ഡീലർ. അതുകൊണ്ട് തന്നെ നമുക്കിത് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരെണ്ണം നോക്കാം. മെഴ്സിഡസ്
ഡാറ്റ ടൈപ്പ് പെൻഡിങ് എടുത്തു, ന്യൂ വെഹിക്കിൾ എടുത്തു, ചേസിസ് നമ്പർ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ ഒരു കോളത്തിൽ വന്നിട്ടുണ്ട് നിലവിൽ AMB ടാഗ് ചെയ്ത് സുരക്ഷാമിത്രയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് ഡീലർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മൂവ് ബട്ടൺ ഉണ്ട്. ഈ മൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ഒരു പോപ്പപ്പ് മെസ്സേജ് ചോദിക്കും. അത് യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു. ഇതിന് ശേഷം നമുക്ക് ആ കൺസേൺഡ് വാഹനത്തിന് ആ ആപ്ലിക്കേഷൻ നമ്പറിന് നമ്പർ അലോട്ട് ചെയ്യുകയും ബാക്കി പ്രോസസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.